അങ്ങനെ നമ്മള് ഓഫീസിലെത്തി. ഞങ്ങൾക്ക് കോഗ്നിസന്റില് ഞങ്ങക്ക് ജോലി കിട്ടി. ഓണസദ്യ കഴിക്കുമ്പോ കണ്ണട വെച്ച് കഴിക്കണമെന്നാണ് അമ്മ പറയണത്. നമുക്ക് ഇതിൽ കോഴി ഒഴിക്കാം. സാമ്പാറട സുഖം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. ലുക്ക് ഗായ്സ്, സെവൻ ലേറ്റ് ആയിട്ടില്ലല്ലേ കലിപ്പ് ജോലിക്ക് പോ. ഞങ്ങളിപ്പോ പൂർണ്ണശ്രീ അലസദ്യ കഴിക്കാൻ വേണ്ടി വന്നേക്കണാണ്. ലാസ്റ്റ് ഇയർ നമ്മൾ ഇവിടെ തന്നെയാ വന്നത്, സലൂണിലെ ഓണം സെലിബ്രേഷന്. ഇവിടുത്തെ സദ്യ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സോ ഇത്തവണ നമ്മളിവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് ഓഫീസിലെ പരിപാടിക്ക് പോണത്. നമ്മള് ടോക്കൺ എടുത്ത് വെയിറ്റിംഗ് ആണ് ഗൈസ്, അല്ലേ? നമ്മള് സദ്യ കഴിക്കാൻ വേണ്ടി കയറി. അന്ന് വന്ന് കഴിച്ചപ്പോഴും ഞങ്ങൾക്ക് ഇവിടുത്തെ സദ്യ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അതെ, രണ്ടാമത്തെ സദ്യ അതും ഇവിടെ തന്നെ. എന്താണ്? അല്ല, നമ്മൾ ഇവിടെ തന്നെ തിരഞ്ഞെടുക്കുന്ന വേറെ ഒന്നല്ല. ഓണസദ്യക്ക് നല്ല നമുക്ക് യോജിച്ച ഒരു 200 രൂപയിൽ നമുക്ക് ഒരു ഓണസദ്യ കഴിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നും ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത്, അല്ലേ? അപ്പൊ എല്ലാവരും നമ്മുടെ തൃപ്പൂണിത്തറയുള്ള പൂർണ്ണശ്രീ എന്ന തൃപ്പൂണിത്തറയിലെ ഈ ഹോട്ടലിൽ വന്നതിന് നമുക്ക് ഒരു ഓണസദ്യ 200 രൂപയിൽ കഴിക്കാം. ഓണസദ്യ കഴിക്കുമ്പോ കണ്ണട വെച്ച് കഴിക്കണമെന്നാണ് അമ്മ പറയണത്. ഇത്രയും കറികൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ലോട്ടസ് ആണ് അമ്മയുടെ കയ്യിൽ മൈക്കില്ലാത്തോണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റണില്ല. ലോട്ടസ് വളനെ കുറിച്ചാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കണം. ഈ പ്രാവശ്യത്തെ ട്രെൻഡാണ്. ലോട്ടസിന്റെ മാല ഇരിക്കണ്ടായി, പക്ഷെ ഞാനത് വീട്ടിൽ വെച്ചിട്ട് പോകുന്നു. കഴിഞ്ഞ സൺഡേയും ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് അതൊക്കെ തന്നെ വന്നത്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഒരു പേളായതാം എന്നുള്ളൊരു തീരുമാനത്തോടെ ഈ പ്രാവശ്യം പാവക്കേക്ക് ഉണ്ട്. സവൻ ഇപ്പഴാ വന്നത്, കാറ് മാറ്റിടാൻ പോയിരുന്നു. നമുക്ക് ഇതില് കോഴി ഒഴിക്കാം. സാമ്പാറട സുഖം. വെയിറ്റിംഗ് ഫോർ സാമ്പാർ. വീണ്ടും ഇവിടെ തന്നെ വന്ന് കഴിക്കാനുള്ളൊരു ടെൻഡൻസി. സാമ്പാർ വന്നു ഗൈസ്. നമുക്ക് കുഴിയിലോട്ട് നല്ലൊരു അമ്മ കാണിക്കും. നമുക്ക് പായസം കഴിക്കാം. പരിപ്പായസം വെച്ചത്. എല്ലാരും പായസം കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ പായസം കഴിച്ചിട്ട് ഇനി അടുത്ത പായസം കഴിക്കാം. ഒരെണ്ണം കഴിഞ്ഞു. വെള്ളപ്പായസം ഇടും.
ഈ പായസം പഴവും പപ്പടവും കൂടെ വേണം ട്രൈ ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റാ. അയ്യോ പോലെ അങ്ങനെ ഞങ്ങൾ സദ്യ ചെയ്യും. ഇനി അമ്മയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി സ്ഥിതി ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു? ആ സൂപ്പർ. അല്ല നമ്മുടെ സാറ് ഏതാവുന്ന കൊച്ചിനെ പഠിപ്പിക്കണ്ടായിരുന്നു. അതെ, ഞാൻ അതാ ചോദിച്ചത്. നമ്മുടെ കാറ് പെട്ടുപോയി കഴിച്ചു. അവിടെ പോയി. ഇനി ആ ബാക്കിലെ കാറ് മാറ്റാണ്ട് നമ്മുടെ കാർ ഇറക്കാൻ പറ്റൂല. ആളാരന്ന് കണ്ടുപിടിക്കണം. ഇനി ശവൻ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് അകത്ത് പൂർണ്ണശ്രീ റെസ്റ്റോറന്റ് എലസുദ്യ. നാളെത്തി നമ്മുടെ കാറ് പുറത്തേക്ക് എടുക്കാൻ പോകും. നോക്കേ, അപ്പൊ നമുക്ക് ഓഫീസിൽ പോയിട്ട് കാണാവേ. അങ്ങനെ നമ്മള് ഓഫീസിലെത്തി. ഇനി ID കാർഡ് വാങ്ങാൻ വേണ്ടി പോണം. ഇവർക്കൊക്കെ എല്ലാവർക്കും ടെമ്പററി ID വാങ്ങിക്കാൻ വേണ്ടി പോണം. അതെ, പണിക്കെടുത്ത് എല്ലാരെയും കോഗ്നിസന്റില് പണിയെടുത്ത് നമ്മളിപ്പോ പാർക്ക് ചെയ്ത് നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ എന്താ ഗെയിംസ് ഒക്കെ നോക്കാൻ കോമ്പറ്റീഷന്റെ അത്തക്കള മത്സരത്തിൻ്റെത്. ഇതാവൂളല്ലേ, ചെണ്ടയൊക്കെ ഉണ്ടാവും. ഒരു ചെണ്ടയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഓണത്തിന്റെ ഒരു പഞ്ചായത്ത് തുടങ്ങട്ടെ. അല്ലേ, ചുവന്ന പൂ. ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയുള്ള ശരി. ആ ID കാർഡ് ഊരി വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. എന്തിനാ ID കാർഡ് ഉള്ളതല്ലേ നല്ലത്. ഞങ്ങൾക്ക് കോഗ്നിസന്റില് ഞങ്ങക്ക് ജോലി കിട്ടി. അപ്പം അതെ, മക്കളെ നല്ലത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മക്കളെ നല്ല നല്ല സ്ഥലത്ത് ജോലി എടുക്കും. അപ്പൊ നമുക്ക് അവിടെ വന്ന് ഇതുപോലെ ഒരു പരിപാടികൾക്ക് പങ്കെടുക്കാം. മൈക്കത് ഏതിന്റെ ഉള്ളില്? അതിന്റെ ഉള്ളിലാണ്. ഇതൊരു പുരുവല്ലേ? ബൊക്കേടെ ഒക്കെ കൊടുക്കാം. ഇവിടെ ഓടിച്ചിട്ട് നമ്മ ഇവിടം വരെ കൊണ്ടുപോകാനാ? ബാഗും ഇല്ല, ഒന്നും ഇല്ലാതെ. ഇല്ല, ഇതൊക്കെ ഇപ്പൊ I'm so happy. എനിക്ക് ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതിൽ. And I feel so proud too. പോവല്ലേ കോരി കഫറ്റേറിയ ഏതാ? അതെ, നമുക്ക് അങ്ങോട്ട് കയറാം. നമുക്ക് ഇനി കഫറ്റേരിയയിലോട്ട് പോവാം. നമുക്കൊരു കുപ്പി വെള്ളം തണുത്തോളം കൂടി. നമ്മള് ഫോട്ടോസ് എടുക്കണായിരുന്നു. ഫോട്ടോസ് അടിയിലായിട്ട്
അടിയിലായി. അത് കിട്ടിയായിരുന്നു. പഠിക്കാൻ ഭയങ്കര ബുദ്ധിയ. ഇതെന്റെ സവിന്റെ. ഓ എന്തൊരു ഗെയിമാണ് ഇത്, എന്തൊരു ഗെയിമാണ്, എന്തൊരു ഗെയിമാണ് ഇത്. അയ്യോ ഇതെന്താ അവനെന്താ എല്ലാം കൊണ്ട് വെച്ചു. പപ്പ ജയിച്ചു. വെള്ളം കുടിക്കണ്ട. പക്ഷെ റെഡ് ഇടാൻ ആരെ കൊണ്ട് പറ്റിയില്ല. അപ്പൊ പപ്പനെ വിജയിച്ചു. ഓക്കെ, അപ്പൊ സമ്മാനാണ്. അവിടെ ആൾക്കാരെ എന്തൊരു അനുസരണോളം ഞാൻ എന്തായില്ല. നമ്മളെ എന്തൊരു അനുസരണോളം ഞാനൊന്ന് എന്താ ലിപ്സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് പോകുന്നു. കുഴപ്പമില്ലാണ്ടായി. നല്ല തിരക്കാണ് ഗൈസ്. ചായ കുടിക്കാൻ. ഇതാ നോക്കൂ, പപ്പ. ചായ, ചിക്കൻ തവ, ചിക്കൻ സമൂസ, എലാഞ്ചി. എനിക്ക് ഉച്ചക്കത്തെ ഫുഡിന്റെ ഇതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞിരിക്കണ കാരണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്. പിന്നെ എന്നാലും സ്റ്റെഫാനിയുടെ ജോലി സ്ഥലത്ത് വന്നതല്ലേ, ഒരു സമൂസ മതി മതി മതി. ഇളക്കല്ലേ കഴിക്ക. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനിയാണ് പരിപാടി. എന്തൊക്കെയാണ് സെലിബ്രേഷന്റെ പരിപാടികളൊന്നും അറിയില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ റെഡി. ആ പേര് കാണണേ ഫുള്ള്. വീഡിയോ ആണേ. പരിപാടി അവിടെ നടക്കുമ്പോഴും വാട്സപ്പ് ഗ്രൂപ്പില് വോയിസ് അയച്ച് സംസാരിക്കുന്ന മാതാശ്രീ, ടിപ്പിക്കൽ മലയാളി മദർ. വാട്സപ്പ് ഗ്രൂപ്പില് അപ്ഡേറ്റ്സ് കൊടുക്കണാണ്. തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിനും അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. അത് കണ്ട് ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു. என்னோடு நான் கண்டு கொண்டே என்னை மறந்து விட்டே. இந்த உலகத்தில் நான் இல்லை, நான் இல்லை, என்னை இழுத்து விட்டார். எந்த மலரிலும் தேனில்லை, தேனில்லை ஏதோ
അടുത്തതായിട്ട് മലയാളി മംഗ ശ്രീമാൻ കോമ്പറ്റീഷൻ. We have Andrea Connection available here. Yes, she's on a short break. Next, we have Sherry Thomas. അത് കലക്കി. Everyone, my name is Lakshmi Nambiar and I work for the project called Outreach, which is the corporate social responsibility wing of Cognizant. I like reading, I love writing, and I'm an avid cyclist, and I believe that these journeys and these rides have taught me that മൂലങ്ങളുടെ നാളായ തൃശ്ശൂരാണ് പഠിച്ചത് വളർന്നത്. പിന്നെ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഞാനൊരു മലയാളി മംഗ. കാൻഡിഡേറ്റ് സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. Chess number 7 and chess number 22. Five to eight qualities എന്തായിരുന്നു according to you? Acceptance. Like, എന്ത് സിറ്റുവേഷനെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടത് നമ്മളുടെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിച്ചിട്ടല്ല, അതർ നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആളുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കിപ്പോ മാവേലിയെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, അത് കള്ളമില്ലാത്ത അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ കാണുന്ന അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുള്ള ഒരു നാട് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പറയാം, ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് ഫെസിലിറ്റീസ് നിങ്ങളുടെ ലീഡർ തന്നിട്ടില്ലേ, എന്തിന് നിങ്ങൾ പുറത്തോട്ട് പോകുന്നതെന്ന്. അപ്പൊ അങ്ങനെയുള്ള ലീഡർമാരും അങ്ങനെയുള്ള ഗവൺമെന്റും അപ്പൊ നമ്മൾ പറയാം നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതല്ല, നമുക്ക് അവിടെ പോയവരുടെ കാര്യം തന്നെ ആക്ച്വലി നമ്മളെ ആവരുടെ സൈഡിൽ ചിന്തിച്ച സ്വന്തം നാടും വീടും കൂട്ടുകാരും കിട്ടില്ലാതെ മുന്നോട്ട് പോകുന്നു. വിശപ്പും പായസം കാണുമ്പോൾ മധുരവും ഓണം വരുമ്പോൾ മനസ്സിന് സന്തോഷം. വീണ്ടും ഞാൻ പറയട്ടെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മലയാളി മംഗ കോമ്പറ്റീഷൻ ജഡ്ജസ്. ഹലോ കോമ്പറ്റീഷൻ, എല്ലാ പരിപാടിയും തയ്യാറായെന്നാണോ? കുറച്ച് ഉഷാർ കുറവൊക്കെ. ഹലോ കോമ്പറ്റീഷൻ, ഞാനിപ്പോ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുന്നു. മീൻസ് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ Third prize, chess number 22. ചെസ് നമ്പർ വിളിക്കുന്നതനുസരിച്ച് കണ്ടസ്റ്റന്റ് സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. ഇവർക്ക് തേർഡ് പ്രൈസ്. Second prize ആണ് announce ചെയ്യാൻ പോകുന്നത്. So in male category we have chess number 24 Krishnanand from Shah. And in female chess number 9 Rashmi Nelson from Knights. ഇത് നമ്മൾ കേരള മലയാളി മന്ദിരം പറയാം.
And Malayalam Manga is chest number 26, Anu. ഇത് നല്ലതാ. അങ്ങനെ ഓൾമോസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി DJ ഉണ്ട്, പക്ഷെ DJ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. തന്നെ ഓൾമോസ്റ്റ് 10:30 കഴിഞ്ഞു. ഇനി DJക്കും കൂടെ നിന്ന് നമുക്ക് പറ്റില്ല. പിന്നെ എല്ലാവരും വന്നേക്കണുണ്ട്, അവർക്കും ബോറടിക്കും. അപ്പം നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ, നമ്മൾ ലിഫ്റ്റിലാണ്. താഴെ എല്ലാവരും നമുക്ക് ഇല്ല, നമുക്കല്ല, എനിക്ക് വേണ്ടി കാത്തിക്കണം. അപ്പം അപ്പനെ അമ്മയുടെ അടുത്തേക്കാ പോവാം. എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് കാർ പാർക്കിംഗ്. എന്താ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? ഞാൻ വിചാരിച്ചാ അവിടെ താഴെ നിൽക്കുന്ന പറഞ്ഞാൽ അങ്ങോട്ട് പോയി. ഓക്കെ, വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം. അതെ, ഇതാ മൂടിക്കിടക്കണേ. നമുക്ക് ഈ ID കാർഡൊക്കെ തിരിച്ചു കൊടുക്കാം. കോഡാണ് അവിടെ കേട്ടോ, ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കുറഞ്ഞ് ഫുൾ ബ്ലാങ്കറ്റ് ഇടക്കാൻ നമുക്ക് ഈ ID കാർഡ് കൊണ്ടുപോയിട്ട് ഹെൽപ്പ് ഡെസ്ക് തിരിച്ചേൽപ്പിക്കാം. ഇത് ഏൽപ്പിക്കാണ്ട് പോയാൽ നല്ല പണി കിട്ടും. പിന്നെ സ്ഥിരം ജോലിയാണെന്ന് വിചാരിച്ചു. അതിനകത്ത് കയറി അത് വേണം. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചത്, ഇവിടെ ഉണ്ടായി. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചില്ല. പുറത്ത് മൊത്തം മൂടി കിടക്കണോണ്ടൊന്നും ക്ലിയർ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ 1 മണിയായല്ലോ. 360 ദിവസം വെള്ളിയാഴ്ച അവധിയായ കാരണം ഷാജന് വ്യാഴാഴ്ച രാത്രി തുടങ്ങി വീഡിയോ കോള, ഫുൾ ടൈം വീഡിയോ കോൾ. ഇനിയിപ്പോ നാളെ അവിടെ അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. സെഫാനിയുടെ വീഡിയോയില് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അന്താരാഷ്ട്ര ചർച്ചകൾ. സെഫാനിയുടെ യൂട്യൂബിൽ വീഡിയോ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കോപ്റ്റ് അവന്യൂ വന്നേക്കും. നല്ല തിരക്കുണ്ട് രാത്രി. ഇപ്പൊ 11:15 നമ്മള് മസാല ഷവായ വാങ്ങിച്ചു. എടുത്തോ, എടുക്കോ. സാധനം പറഞ്ഞിട്ട് കിട്ടിയില്ല. ഹുമ്മൂസ് ഉണ്ടായി ഇവിടെ, ഇല്ല. ഹുമ്മൂസ് ഇല്ല, ഹമ്മസ് മെനു കാർഡിലുണ്ട്, പക്ഷെ സാധനമില്ല. ഇത് എനിക്കിഷ്ടമാണ്. ഇതിലെന്തോ മാങ്ങ അങ്ങനത്തെ ചൗച്ചവ അന്ന്. എന്താ ബ്ലാക്ക്ബെറി അല്ലേ? ബ്ലാക്ക്ബെറി ബ്ലൂബെറി മിക്സ്ഡ് ആണ്. അങ്ങനെ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി ശരിക്കും വീട്ടിൽ പോവാം അല്ലേ? ശരിക്കും വീട്ടിൽ പോവാന്ന്. ഇരുട്ടാണ് അവിടെ. ഇവിടെ പോണം.
ഇതോടെ സഫാരിയുടെ ഓഫീസിലെ അതെ, ഓഫീസ് ഓണം ഡൺ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഗുഡ് നൈറ്റ്. അല്ല ഞാൻ വന്ന ഗുഡ് നൈറ്റ്. ഞാൻ വന്ന ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി രണ്ടാവണം. ബൈ. ഗുഡ് നൈറ്റ്. Good night. Bye bye.